വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മില്ലുകാരൻ. അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മുടെ ചങ്ങനൂടെ കിടക്കുന്ന കേട്ടോ. നമ്മുടെ ആടിപ്പം ലുക്കല്ലേ. അപ്പം നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്, നമ്മുടെ പിക്കപ്പ് കിടപ്പുണ്ട്, നമ്മുടെ അങ്കിളുടെ കാർ കിടപ്പുണ്ട്, നമ്മുടെ ഇയോൺ കാർ അതിൻ്റെ തൊട്ട് ബാക്കിൽ കിടപ്പുണ്ട്. ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല നോക്കി. അപ്പം നമ്മളെ വണ്ടി എന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരവസ്ഥ. കാരണം ഇതുവരെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ വന്ന് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വണ്ടിയുടെ പെയിൻറ്റ് പോയ കുറേ കാര്യങ്ങൾ, വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡെയിലി വീഡിയോസ് ഉണ്ടാവും കേട്ടോ, ഒളിപ്പം വീഡിയോസാണ് വരുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ട്, ആ മൂലിക്കാണ് അമ്മച്ചി മാറിയിരിക്കുന്നുണ്ടോ. അമ്മച്ചിയേ എന്നതാ പരിപാടി? ഒന്നും പറയണ്ട, ഞാനിപ്പോൾ ഏകദേശം 12 മണിയോളം ഈ സമയം. എങ്ങോട്ട് പോവാ മമ്മി? അങ്ങോട്ട് പോവാ മമ്മി? നമ്മുടെ അപ്പുറത്തെ ഒരു നമ്മുടെ റിലേഷൻ്റെ അയ്യുണ്ട്. അപ്പോൾ അയ്യത്ത് തേങ്ങ വെട്ടിയെടുക്കാൻ പോലും നമ്മൾ തേങ്ങയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ എടുത്തിട്ട് വേണം നമ്മൾ പിക്കപ്പ് കൊണ്ടുപോയി അവിടെ പോയി തേങ്ങ എടുത്തുകൊണ്ട് വരാൻ. പോട്ടെ, മുന്നോട്ട് എടുക്കാം. മറ്റേ വണ്ടി ഇടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നാക്ക് നീട്ടുന്നു. പോട്ട് മതി ഇനി ഫുള്ളടി. അമ്മി കാര്യമായിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എത്ര തട്ടിക്കഴിഞ്ഞു? ഇത് കുറേ തട്ടിയല്ലേ. അയ്യോ ഒന്നും പറയണ്ട, നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഓൾ ഇന്ത്യ ഇതുകൊണ്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫുള്ള് പോയത്. എന്തായാലും പൊളിയാണ് കേട്ടോ വണ്ടി കേട്ടോ. ഇപ്പോഴും ഇയോൺ ഉണ്ടോ അമ്മേ? പുതിയ വെർഷനാണെന്ന് തോന്നുന്നു അല്ലേ? ഇയോൺ അല്ലേ, പുതിയ വെർഷൻ വണ്ടി ഇപ്പോൾ കൊടുക്കുന്നത്. ഇയോൺ നിർത്തിയല്ലേ? ഹുണ്ടായി വണ്ടി ഇയോൺ നിർത്തി കേട്ടോ. എന്നാലും അങ്ങളുടെ വണ്ടി, നമ്മുടെ പെങ്ങളുടെ വണ്ടി അത് രാവിലെ പോയി, നിയോസ് വണ്ടി. അമ്മച്ചിയേ അമ്മച്ചിരിക്കുന്നേക്ക്. അപ്പോൾ അതൊക്കെ പോട്ടെ, കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഞാൻ നമ്മുടെ ബാത്റൂം കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ ഇവിടെയൊക്കെ, അതായത് നമ്മുടെ ഈ ക്ലോസറ്റിൽ ഇവിടെ എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലോസറ്റ് ഇനി ഇവിടെ നേരത്തെ പൊട്ടിയതാണ്, അതെല്ലാം റെഡിയാക്കണം. അതുപോലെ തന്നെ ഈ ഒരു സാധനം റെഡിയാക്കണം. അതുപോലെ ഇതുപോലെ ചെറിയ ഈ എ സിയുടെ ഇവിടുത്തെ ഈ പൈപ്പ് ഉണ്ടല്ലോ, ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യണേ. ഈ എ സിയുടെ അകത്തൂടി ഈ പൈപ്പിൽ കൂടെ പോകേണ്ട വെള്ളം ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഴാൻ ഞാൻ അതിന് ബക്കറ്റ് എടുത്ത് വെച്ചു. ഇന്നലെ രാത്രിയിൽ അത് ബക്കറ്റ് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിന് റെഡിയാക്കണം. എ സി അഴിക്കണമെങ്കിൽ അതിൻ്റെ നമ്മുടെ ഈ ബാത്റൂമിന് അതിനകത്തോടെ കയറ്റി വെച്ച് 1 ടൺ എ സി, എന്തോ പറയാൻ അതൊരിത്. പിന്നെ വണ്ടി കണ്ട് ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക, ഇതെല്ലാം പൊട്ടിയിരിക്കുക. ഉഗ്രം പൊട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടല. അതുപോലെ തന്നെ അതുപോലെ ഈ സൈഡിൽ അപ്പർ സൈഡാണ് പൊട്ടിയിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് എന്തുണ്ട് ഇവിടെല്ലാം എന്നിട്ട് കണ്ടില്ലേ, ഇവിടെല്ലാം ഇങ്ങനെ കൊമടിച്ച് വന്നിരിക്കുക. ഇതെല്ലാം ഇനി ഇവിടെല്ലാം നല്ലപോലെ പച്ചോർക്ക് ചെയ്യണം, കുറേ പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ മുണ്ടുകോട് അവിടെ നമ്മുടെ ആറ്റിൽ വണ്ടി പുറഞ്ഞ സമയത്ത് കെട്ടി വലിച്ചതുകൊണ്ട് അതും പോയിരിക്കുകയാണ്. പിന്നെ തന്നെ ഇവിടെ പോയി ഇങ്ങനെ സ്റ്റിക്കറെല്ലാം ഇളക്കണം. എൻ്റെ വണ്ടിയുടെ ഇവിടെ എല്ലാം ഇളകിയിരിക്കും, ഇവിടെ എല്ലാം പ്രശ്നമാണ്. അതൊന്നും അന്ന് തട്ടിപ്പോയി. പിന്നെ നമ്മുടെ പൂനെയിലുണ്ടായിരുന്ന അമിത് പുള്ളിയാണ് എനിക്കത് സ്ക്രൂ ചെയ്തത്. പുള്ളിയെന്ന് തോന്നുന്നു. അല്ലല്ല, പുള്ളിയല്ല, നമ്മൾ ഇവിടെ വടാല് പോയി നമ്മുടെ ബിവിൻ ചേട്ടനാണ് എനിക്കത് സ്ക്രൂ ചെയ്തു കേട്ടോ. മറന്നുപോയി കേട്ടോ. സോ ഇതൊക്കെയാണ് ഇനി വണ്ടിക്കകത്തെ പരിപാടിയാണ്. എമണ്ടം പണി നമുക്ക് കിട്ടിയിരിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഓയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ വരുന്ന വഴിക്ക് പലയിടത്ത് വെച്ച് ഞാനിങ്ങനെ വണ്ടി പൊക്കിയിട്ട് ഓയിലിൻ്റെ നമ്മുടെ എന്താ പറയുക അതിൻ്റെ മെഷർമെൻറ്റ് ഗേജ് നോക്കുന്നൊരു പൈപ്പുണ്ട്, ഒരു കമ്പി പൊട്ടിയ സാധനമുണ്ട്. അത് എവിടെ ആയിരിക്കും ഒരു പിടിയില്ല. ഞാൻ ആവുന്ന 18 പണി നോക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്ത് ഇരങ്ങ് വിട്ടുപോകും ആരിലൂടെ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ആരും അറിയാവുന്നുണ്ടെന്ന് പറയണം. ഇതിനകത്ത് ഞാനും 5-6 കൂടെ അന്ന് അഴിച്ചു പറക്കി തപ്പി ഞങ്ങൾ. ശരിക്കും ഒരു രക്ഷയില്ല. അതുപോലെ നമ്മുടെ ഈ ലൈറ്റിൻ്റെ കേബിൾ മൊത്തം പോയിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ലൈറ്റിൻ്റെ കേബിൾ എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒന്നും പറയണ്ട കൊച്ചാണേ. ലൈറ്റിൻ്റെ കേബിള് ഞാൻ കാണിച്ചത്, ലൈറ്റിൻ്റെ കേബിളെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓണിൻ്റെ കേബിൾ കട്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കേബിൾസൊക്കെ കട്ടായിരിക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ആ സാധനം ഇവിടെ ഒന്ന് പറഞ്ഞു തരണം, ഒരു പിടിയില്ല ആ സംഭവം എവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആവുന്ന അരിച്ച് പറക്കി തപ്പി ഞാൻ. അതുപോലെ ആ കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തറിയാമല്ലോ, അതൊക്കെ പറഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ ജനറേറ്റർ ഇരിക്കുന്നത്. പിന്നെന്ത് പറയാനാ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, എന്തോ പറ്റുന്നത്. അതിനകത്തൊരു DVR ഉണ്ട്. ആ DVR ഇനി ഇളക്കി നമുക്കതൊക്കെ ചെയ്യണം. അതിനടിയുന്നുണ്ട്, അതിനടിഭാഗത്താണ് DVR ഇരിക്കുന്നുണ്ട്. ഇത് DVR ഇത് ഇവിടെ
അതൊന്ന് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ മണ്ട അത് അടയ്ക്കാൻ പറ്റുന്നില്ല. അതിനും എന്തോന്ന് അറിയത്തില്ല, ഇപ്പം ചെറിയൊരു ബെൻഡ് പോലുണ്ട്, എന്തോന്ന് അറിയത്തില്ല, അതിന് ചെക്ക് ചെയ്യണം. അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കുറേ. പിന്നെ AC അതുപോലെ AC-യുടെ മോട്ടർ അടിച്ചു പോയി. അതൊരു വല്ലാത്തൊരു പണിയായിപ്പോയി, 8-ൻ്റെ പണിയായിപ്പോയി. അതിനി റെഡിയാക്കണം. പിന്നെന്താ പറയുന്നത്, പിന്നെ എല്ലാ സാധനങ്ങളും അഴിച്ചു മാറ്റി കുറേ പണിയുണ്ട്. അതുപോലെ ഇലക്ട്രിക് വർക്ക്, എൻ്റെ പൊന്നളിയ ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സീറ്റ് അഴിച്ചു വെച്ചേക്കുക. കാരണം വണ്ടി ഇപ്പോൾ ഓണാക്കുന്ന പറഞ്ഞാൽ ഇത് ബാറ്ററി അങ്ങ് ഊരിയിട്ടേക്കും. ബാറ്ററി ഊരിയിട്ടേക്കും ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി പിടിയും ഡ്രെയിൻ ഔട്ടോ എവിടെയോ ലീക്കുണ്ട്. അപ്പോൾ അതിനും കണ്ടുപിടിക്കണം. അങ്ങനെ കുറച്ച് വിഷയങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലെ സ്പീക്കർ പോയി. സ്പീക്കറിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്പീക്കർ ആ സൈഡിലെ സ്പീക്കർ എല്ലാം കേൾക്കുന്നുണ്ട്, ഒരു വിഷയമില്ല. അതുപോലെ തന്നെ മണ്ട ഭാഗത്ത് നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിക്കണം. ഇവിടുന്ന് ചോരുന്നൂറുണ്ട്, ചെറുതായിട്ട് വെള്ളം പോലെ ചോരുന്നുണ്ട്. ബാക്കിയെല്ലാം ഏകദേശമൊക്കെ കുഴപ്പമില്ല വണ്ടിക്കകത്തേരെ. പിന്നെ ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ഏകദേശം യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. പൊതുവെ കുറേ പണിയുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞതുകൊണ്ട്. ആ ബാക്ക് സൈഡ് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അതുപോലെ തന്നെ എൻ്റെ ഈ സൈഡുണ്ടോ, അതുപോലെ തന്നെ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. അതെല്ലാം ഇനി പാച്ച് വർക്ക്, നല്ല പാച്ച് വർക്ക് ഉണ്ട് കേട്ടോ. അത് ഉഗ്രം പണിയുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതാണ് എനിക്ക് സങ്കടം. ഇപ്പം എൻ്റെ ഇവിടെ ഇത് ഞാൻ ഊരി വെച്ച് കേട്ടോ, ഈ ഭാഗം. അതായത് AC ഇവിടെ ഇങ്ങനെ വെള്ളം വീണ് പോകുന്നത് നല്ലതല്ല. ഞാനങ്ങനെ ഊരി വെക്കുന്നത്. അത് വെള്ളം ചോർച്ചയാണ് വിഷയം. ഇതിനകത്താണ്. അതുപോലെ വണ്ടിക്കകത്ത് എലിയുണ്ട്, അവനെ കണ്ടുപിടിക്കണം. ഒരു രക്ഷയില്ല, പിടിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയും പറ്റുന്നില്ല. അതൊരു വിഷയം, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയെ പറ്റിയുള്ള കിടക്കും. പിന്നെ എല്ലാം മൊത്തം പെയിൻ്റ് എല്ലാം പോയി കിടക്കും. അവിടെ ഇവിടെയൊക്കെ കുറേ പണിയുണ്ട്. പിന്നെ സ്റ്റിക്കറും കാര്യമെല്ലാം ഇടയ്ക്ക് കാണാൻ കുറേ പണിയുണ്ട് കേട്ടോ. അവിടെ ഇവിടുത്തെ അടിയത്തെ വയറിങ്ങും പൈപ്പ് തണുക്കി എല്ലാം പൈപ്പ് കളി കിടന്നു നോക്കി നല്ല എമണ്ട പണിയുണ്ട്. സോ ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ, വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, കാണാം.